കണ്ണൂർ വിഷൻ പടിയൊരുക്കം ഇന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കേണ്ട ഒരു സ്ഥലമാണ്. എന്താണ് കണ്ണൂരിൻ്റെ ജനമനസ്സ് എന്ന് അളന്നെടുക്കുക പ്രയാസം. ഒരു ദശാബ്ദമായി കണ്ണൂരിൻ്റെ ജനവിധി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് അക്കാര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒരു ജനവിധി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നും വ്യത്യസ്തമായ വിധി. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടുമില്ല. UDFന്റെ പൊന്നാപുരം കോട്ട എന്നാണ് കണ്ണൂർ എന്നും അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അത്ഭുതം തീർത്ത മണ്ഡലം കൂടിയാണ് കണ്ണൂർ. ആ കണ്ണൂർ ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പടയൊരുക്കമാണ് UDF നടത്തുന്നത്. മുൻ മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനെ മുന്നിൽ നിർത്തി വലിയ ആത്മവിശ്വാസത്തോടുകൂടി UDF മുന്നോട്ട് പോകുന്നു. കണ്ണൂർ തിരിച്ചു പിടിക്കുക എന്നത് UDFന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. ആ പോരാട്ടത്തിന് എല്ലാം മറന്ന് UDF പോർക്കളത്തിലുണ്ട്. NDAയും ഒട്ടും പിറകിലല്ല. പ്രചരണ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് C രഘുനാഥിൻ്റെ പടയോട്ടം. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ണൂരിനെ വീണ്ടും പ്രവചനാതീതമാക്കുകയാണ്. എന്ത് സംഭവിക്കും കണ്ണൂരിൽ? ഇതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കണ്ണൂർ വിഷൻ പടയൊരുക്കവും പരിശോധിക്കുന്നത് അക്കാര്യങ്ങൾ തന്നെ. 3 സ്ഥാനാർത്ഥികളും കണ്ണൂർ വിഷൻ പടയൊരുക്കത്തിന് ഒപ്പം ചേരുന്നു. നമുക്ക് ആരംഭിക്കാം കണ്ണൂരിൽ നിന്നും പടയൊരുക്കം. കണ്ണൂർ തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയുമില്ല UDFന്. കണ്ണൂർ എന്നും UDFന്റെ പൊന്നാപുരം കോട്ടയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ട ആ കോട്ട തിരിച്ചു പിടിക്കുക എന്നതിനു വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കുകയാണ് പാർട്ടി നേതൃത്വം. സ്ഥാനാർത്ഥി ടിഒ മോഹനൻ, അദ്ദേഹം തന്നെയാണ് UDFന്റെ തുരുപ്പ് ചീട്ട്. മേയർ എന്ന നിലയിൽ കണ്ണൂരിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധങ്ങളുണ്ട്, ചെയ്ത സഹായങ്ങളുണ്ട്. ഇതൊക്കെ നാട് ഓർമ്മിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാനിരിക്കുന്നത്. ടിഒ മോഹനൻ എന്ന വ്യക്തി, അതോടൊപ്പം തന്നെ UDF സംസ്ഥാനം ഭരിക്കാൻ പോകുന്നു എന്നതിൻ്റെ ആത്മവിശ്വാസം, ഇതൊക്കെയാണ് പ്രവർത്തകരെ നയിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ലഭിക്കുന്ന സ്വീകരണങ്ങളിലും അതുതന്നെയാണ് പ്രകടമാകുന്നത്. സ്ഥാനാർത്ഥി ടിഒ മോഹനൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തോടു കൂടിയുള്ള സ്വീകരണം. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്നു മുതൽ തുടങ്ങിയ പ്രചരണം, ഈ നാടിനോട് സംസാരിക്കുമ്പോൾ എന്താണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്കുള്ള ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസമാണ്. അതൊന്നും നമ്മുടെ പ്രവർത്തകന്മാർ, UDFന്റെ പ്രവർത്തകന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി കൈമേയ് മറന്ന് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകത ഒന്നാണെന്ന് വെച്ചാൽ UDFന്റെ പ്രവർത്തകരല്ലാത്ത ആളുകൾ, അവരാണ് കുറേയും കൂടി ആവേശം പ്രത്യേകിച്ച് കാണിക്കുന്നത്. കാരണം കണ്ണൂരിൽ കഴിഞ്ഞ 2 തവണയായിട്ട് ചെറിയ വോട്ടിന് കൈവശമുണ്ട്. മാത്രമല്ല ഇടതു ഭരണത്തിൻ്റെ ദുർഭരണത്തിൻ്റെ പ്രയാസങ്ങൾ, അതൊക്കെ ജനം ചർച്ച ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സംസ്ഥാനത്തെ മാറ്റം അത് കണ്ണൂരിനും ഉണ്ടാകണം എന്നതിൽ എല്ലാവരും ഒരു തീരുമാനമെടുത്തതുപോലെയാണ് ഓരോ ആളുകളെ കാണുമ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നത്. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായാൽ ആ ആൾക്കൂട്ടം ഒന്നാകെ ഇന്ന സ്ഥലത്ത് കൂടി പോകണം, ഇന്ന ആളെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വിധത്തിലേക്ക് ഏതെങ്കിലും സ്ഥാപനം നമ്മൾ ഒഴിഞ്ഞു പോയാൽ അവിടെയുള്ള വിളിക്കുന്ന ആൾ UDFകാരൊന്നുമല്ല. അങ്ങനെ അവർ മാത്രമല്ല, അല്ലാത്ത ആളുകളും നിങ്ങൾ അവിടെ വരണം എന്ന് പറഞ്ഞ് നല്ല ആവേശം. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ വോട്ടിൻ്റെ കണക്ക് കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യമാകും.
അത്രമാത്രം വലിയൊരു ആവേശമാണ്. അത് ഇടതു വിരുദ്ധ തരംഗമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിനകത്തൊരു മാറ്റം വേണം എന്ന ആഗ്രഹമുണ്ട്. അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അടുത്ത സൗഹൃദ ബന്ധം, വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മേയർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം അത് ഈ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ആളുകൾ അതും പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും മേയർ എന്നുള്ള നിലയുള്ളത് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ്. ഒരു 48 വർഷമായി വളരെ സജീവമായിട്ട് അന്ന് ഒരു ബ്രേക്കും ഇല്ലാതെ പോകുന്നു. അതിനിടയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ ഒരുപാട് സംഘടനകൾ, ഗ്രന്ഥശാല പ്രസ്ഥാനമായിട്ട് ജവഹർ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, കിസാൻ എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് നിൽക്കെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജൈവ വൈവിധ്യ മേഖലയിൽ പ്രവർത്തിച്ച ഏറ്റവും നല്ല സംഘടനക്കുള്ള പുരസ്കാരം നേടിയ സംഘടനയാണ്. ആ സംഘടന എൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കോർപ്പറേഷനിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നടത്തിയിരിക്കുന്ന ഫുട്ബോളിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, കണ്ണൂർ നിറഞ്ഞ ഗാലറിയിൽ ഫുട്ബോൾ കളി നടന്നു. കണ്ണൂർ ദസറ നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നവരാത്രി ആഘോഷത്തെ തിരികെ കൊണ്ടുവന്ന് കണ്ണൂർ ദസറയായിട്ട് മാറ്റിയപ്പോൾ അതൊരു വലിയ സാംസ്കാരിക കൂട്ടായ്മയായിട്ട് മാറി എല്ലാവരും. അപ്പം ഇങ്ങനെ ഓരോ മേഖലയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ മേയറായ സമയത്ത് ഏകദേശം കേരളത്തിൽ ഒരു സ്ഥലത്തും കൊടുക്കാത്തതുപോലെയാണ് 600ഓളം ആളുകൾക്ക് ദുരിതാശ്വാസ നിധി പാവപ്പെട്ട ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. അങ്ങനെയൊക്കെ ചെയ്ത അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായ ആളുകൾ അവരൊക്കെ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നു, എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, പല സ്ഥലത്തും ചില ആളുകൾ കാണാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എനിക്ക് അടുത്ത ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് മുണ്ടേരി പഞ്ചായത്തിലാണ്, പിന്നീട് താമസിച്ചത് ചേറോറ പഞ്ചായത്തിലാണ്, ഞാൻ ജനിച്ചത് എളിയാവൂർ പഞ്ചായത്തിലായിരുന്നു, പിന്നീട് താമസിച്ചത് കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലാണ്, ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ മത്സരിച്ചത് എടക്കാട് പഴയ പഞ്ചായത്ത് പ്രദേശത്താണ്. എല്ലാ സ്ഥലത്തുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അടിയുറച്ച നല്ല ആത്മബന്ധമാണ്. അതൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറാൻ ഉപകരിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കണ്ണൂർ ആസ്ഥാനം കൂടിയാണ്, നമ്മുടെ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് കണ്ണൂർ ജില്ലാ ആസ്ഥാനം ഇങ്ങനെ മതിയോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതായത് വികസനപരമായി മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും കണ്ണൂർ നഗരം ഒരു വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് വന്നിട്ടുണ്ടോ? കണ്ണൂർ നഗരത്തെ ഈ കഴിഞ്ഞ 10 വർഷം എന്താണ് ചെയ്തത് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരു കാര്യവും നടന്നിട്ടില്ല. 2013 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരളത്തിലുള്ള സമയത്താണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യുന്നത്. അത് ആ ഭരണം കഴിഞ്ഞു 2017 ആകുമ്പോഴേക്ക് അതിന് ഭരണാനുമതി കിട്ടി. ആ 17 ഭരണാനുമതി കിട്ടിയ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി പിന്നീട് എത്ര വർഷം കഴിഞ്ഞു, വീണ്ടും 9 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആരംഭിച്ചിട്ടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവരുടെ കണക്കുകളിൽ അവതരിപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കാര്യത്തിനകത്ത് 748 കോടിയുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞു. ഇപ്പോഴതിനകത്ത് കണ്ണൂർ നഗരത്തിനകത്ത് കുറച്ച് സ്ഥലങ്ങൾ ടൈല് പാവുകയും കുറച്ച് സ്ഥലത്ത് കൈവരി വെക്കുകയും ചെയ്തതിൽ അപ്പുറം മറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു എക്വിസിഷൻ പോലും വേണ്ടാത്ത റോഡുകളിൽ പ്രവൃത്തി നടത്താനോ അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാൽടെക്സ് ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവറിന് എതിരായിട്ട് ഞാൻ സമരം ചെയ്തു, അതിന് ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനെതിരാണ്, വികസനത്തിനെതിരാണ്. ഞാൻ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ ഉദ്ഘാടനം ചെയ്ത സമരം അശാസ്ത്രീയമായി അവിടെ കാൽടെക്സിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനെതിരാണ്. അത് ചേംബർ ജംഗ്ഷൻ മുതൽ തൊട്ടടുത്ത് മക്കാനി വരെ ഏകദേശം 1 കിലോമീറ്റർ താഴെയുള്ള ഒരു ഫ്ലൈ ഓവർ കൊണ്ട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കില്ല. ഇതിനൊക്കെ ശാസ്ത്രീയമായ പഠനം വേണം. വികലമായ രൂപത്തിലല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ഒരു 10 പട്ടണം എടുത്താൽ, 10 സ്ഥലങ്ങൾ ജംഗ്ഷൻ എടുത്താൽ അതിലൊന്നാണ് നാറ്റ്പാക്കിൻ്റെ പഠനത്തിൽ AKG ആശുപത്രി ജംഗ്ഷൻ, കോയിലി ആശുപത്രി ജംഗ്ഷൻ തൊട്ടപ്പുറത്ത് ശ്രീപുരം സ്കൂളിൻ്റെ ജംഗ്ഷനുണ്ട്. ഇവിടങ്ങളിലൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകിച്ചും വലിയ ഗതാഗത കുരുക്കാണ്. അത് പരിഹരിക്കാൻ ഒരു നടപടിയുമില്ല. താണ ജംഗ്ഷൻ ഒരുപാട് അപകടങ്ങളുണ്ടായ സ്ഥലമാണ്. അതുകൊണ്ടാണ് കണ്ണൂർ നഗരത്തിനകത്ത് ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ അത് കല്യാൺ സിൽസിൻ്റെ സ്ഥലത്തു നിന്ന് ആരംഭിക്കണം, കണ്ണോത്തുചാലിൽ നിന്ന്. അത് ലാൻഡ് അവസാനിക്കേണ്ടത് വനിതാ കോളേജിൻ്റെ അവിടത്തേക്കാണ്. അതാണ് ഒരു ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതി എന്നുള്ളത്. അപ്പം അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ മേലെ ചൊവ്വയിലെ
അണ്ടർപാസ്. മുമ്പ് 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ കാര്യമായിട്ട് നമ്മളെ ഇപ്പോഴത്തെ MLA പറഞ്ഞതാണ്, ഇതാ മേലെ ചൊവ്വയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അണ്ടർപാസ്. ഞാൻ അന്ന് പറഞ്ഞത് അണ്ടർപാസ് അവിടെ നിർമ്മിക്കാൻ പറ്റില്ല എന്ന് അന്ന് മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഞാൻ 2017 പറഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല, കാരണം മടിയിലൂടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അന്ന് യോഗത്തിൽ വെച്ച് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് മോഡേൺ ടെക്നോളജി അറിയില്ലേ, എന്താ അത് പൈപ്പ് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആക്ഷേപിച്ച ആളുകൾ 2023 അണ്ടർപാസ് പറ്റില്ല, അടിയിൽ പൈപ്പുണ്ടെന്ന് വലിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു 2 മാസം കൊണ്ട് മേൽപ്പാലമാക്കി അത് കൺവേർട്ട് ചെയ്യും. 2 മാസമല്ല, 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവിടെ കുറച്ച് ഡ്രമ്മ് നിരത്തി വെച്ചല്ലാതെ അവിടെ പ്രവർത്തനം നടന്നിട്ടില്ല. മേലെ ചൊവ്വയിൽ ഈ പ്രശ്നമൊന്നും ഇല്ല. ശ്വാസം അവിടെ അണ്ടർപാസോ മേൽപ്പാലമോ ശരിക്ക് ഇന്നത്തെ നിലയിൽ ആവശ്യമില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ദീർഘവീക്ഷണത്തോടെയാണെങ്കിൽ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടാവാം. അത് തന്നെ വീതി കുറഞ്ഞ ഒന്നാണ് നിർമ്മിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴതിൻ്റെ സൈഡിൽ ഭൂമി എക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. ആ എക്വിസിഷൻ നടത്തിയ ഭൂമിക്ക് അതൊരു ജംഗ്ഷൻ കൂടി നിർമ്മിച്ചാൽ പുതിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഒരുപാട് വാഹനങ്ങൾ അതുവഴി പോവുകയും ഇവിടെ കുറച്ച് ആ റോഡ് സൈഡ് എക്വിസിഷൻ നടത്തിയത് കൂടി ഉപയോഗപ്പെടുത്തി ടാർ ചെയ്ത് ഒരു ജംഗ്ഷൻ കൂടി സ്ഥാപിച്ച് ട്രാഫിക് ഐലൻഡ് കൂടി സ്ഥാപിച്ചാൽ സുഗമമായ യാത്ര അവിടെ സാധ്യമാകുന്ന നിലയിലാണ്. അവിടെ ഒരു കിണറായിരുന്നു തടസ്സമെന്ന് പറഞ്ഞു, ആ കിണർ മൂടി. ഇപ്പം എന്തെങ്കിലും മാറ്റമുണ്ട്? എത്ര വർഷമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര വർഷമായി. അപ്പം അവിടെ ഭൂമി നിലവിൽ അതിൻ്റെ മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക കൂടി ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഇരുവശത്തും കുറച്ച് ലാൻഡ് കൂടി എക്വിസിഷൻ നടത്തിയാൽ ഒരു പ്രയാസവുമില്ലാതെ ഒരുപാട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടത് മാറും. പക്ഷെ അങ്ങനെ ഞാൻ അതാണ് പറഞ്ഞത്, ശാസ്ത്രീയമായ ഒരു പഠനമില്ല, വികലമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതും സമയബന്ധിതമായി നടപ്പാക്കാനുള്ള ഒരു ശ്രമവുമില്ല. 2017 പറഞ്ഞ കാര്യം 26 ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പം അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ അതുൾപ്പെടെ കൂട്ടിയിട്ട് 1647 കോടിയുടെ വികസനം നടത്തിയെന്നാണ് പറയുന്നത്. ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണ് ആ വികസനം നടത്തിയത്? അത് 748 കോടിയുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി ഇപ്പോഴും അതിനകത്ത് ഒരു 5 കോടി 10 കോടി പോലും ചെലവഴിച്ചിട്ടില്ല. അങ്ങനെ ചെലവഴിക്കാത്ത കാര്യത്തിനാണ് ഇപ്പം പറയുന്നത് അത് ചെലവഴിച്ചു എന്ന രൂപത്തിലാണ് തെറ്റിദ്ധാരണ. കാൽടെക്സിലെ ഫ്ലൈ ഓവറിൻ്റെയും മേലെ ചൊവ്വയിലെ മേൽപ്പാലത്തിൻ്റെയും ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ 1647. അപ്പോൾ ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് സമയബന്ധിതമായി നടപ്പാക്കി അതിൻ്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ നിലവിലെ കണ്ണൂരിൻ്റെ MLAക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ മുൻനിർത്തി ചില ആളുകൾ ഇതിൻ്റെ പിറകിൽ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ സംശയദൃഷ്ടിയോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറത്തെ വഴിയെ വരാനുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയൊന്നും ഗാന്ധിയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്. അതൊന്നും ഞങ്ങൾ നിഷേധിച്ചു കൊണ്ട് പോകുന്നില്ല, ആക്ഷേപിക്കുന്നുമില്ല. അതിൻ്റെ സമയത്ത് എല്ലാ ജനങ്ങൾക്ക് ബോധ്യമാകും. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാം. ഈ കണ്ണൂരിൽ കഴിഞ്ഞ 2 തവണ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം UDF പരാജയപ്പെട്ടു. ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ ആകെ പ്രകടിപ്പിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി പറയുന്നുണ്ട്. ഇന്നത്തെ ഘട്ടത്തിൽ ഈ പ്രചരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആളുകളുടെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ട് ഈ ഭൂരിപക്ഷം എത്രയാണെന്നാണ് ഒരു ഏകദേശം ഒരു കണക്ക്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടും കെ സുധാകരന് എന്ന് പറഞ്ഞ നേതാവാണ് ടി.ഒ. മോഹനൻ. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. എല്ലാവരും 50,000 താഴെ എന്നൊക്കെ പറയുമ്പോഴാണ് താങ്കൾ 1 ലക്ഷത്തിന് മുകളിൽ എന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞത്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 15,000 കുറയാത്ത ഭൂരിപക്ഷം, 15,000 കുറയാത്ത എഴുതി വെച്ചോളൂ, 15,000 കുറയാത്ത ഭൂരിപക്ഷം കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ കിട്ടും. അത് ചിലപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ കിട്ടിയ വോട്ടിനെ മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ 2 തവണ UDFന് ചെറിയ വോട്ടിന് പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും അതിൻ്റെ മുതലും പലിശയും ചേർത്ത് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്നുള്ള നിലയിലാണ്. അത് 15,000 കുറയാത്ത വോട്ടിന് ജയിക്കും. അത് ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആ കണക്കിനേക്കാൾ മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിലുള്ള മത്സരമൊന്നും കണ്ണൂരിൽ നടക്കുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ നമ്മളോട് സംസാരിക്കുന്നത്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20,000 മുകളിലായിരുന്നു ലീഡ്. അത് ഇപ്പോൾ ആ ലീഡിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജീവൻ എളിയാവൂർ KPCC അംഗം കൂടി നമ്മളോടൊപ്പം
ചേരുന്നുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിച്ചത്. ഭൂരിപക്ഷം അത് 15,000-ന് മുകളിൽ 15,000 കുറയില്ല എന്ന ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം തന്നെയാണോ സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കുമുള്ളത്? ഇത്തവണ നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഏറ്റവും കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസരം കിട്ടിയൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. വളരെ ഷോർട്ട് ടൈം കിട്ടിയൊരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്ക് വലിയ പ്രയാസം പ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ട കാരണം, നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഈ പ്രദേശത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ജനങ്ങളെല്ലാം ആഗ്രഹിച്ച് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധിയായിട്ടും മേയറായിട്ടും ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തവണ അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 15,000-ന് മുകളിലുള്ള ഭൂരിപക്ഷമായി ഇത്തവണ കണ്ണൂർ അസംബ്ലിയിലെ ഭൂരിപക്ഷം UDF അനുകൂലമായി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിലാണ് നമ്മളെ പ്രവർത്തകന്മാരുടെയിലും സാധാരണ ജനങ്ങളുടെ എല്ലാം ഉള്ള ഒരു സമീപനം, നമ്മളോടുള്ള സമീപനം ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടം. മറ്റൊന്ന്, 10 വർഷക്കാലം കേരളത്തിൽ കണ്ണൂരിന്റെ നിയമസഭ പ്രതിദാനം ചെയ്ത ഒരു MLA 7 വർഷം സംസ്ഥാനത്ത് മന്ത്രിസഭയിൽ അംഗമാണ്. ആ മന്ത്രിസഭയിൽ അംഗമായി 10 വർഷം MLA ആയിരുന്ന വ്യക്തി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കേവലം ബോർഡുകളിൽ എഴുതി വെച്ച കണക്കിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിയാൻ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിച്ച ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. എല്ലാ തവണയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കില്ല. ആ പറഞ്ഞു പറ്റിച്ചതിനുള്ള മറുപടിയായി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനകത്ത് മാറ്റമുണ്ടാകും. ആ മാറ്റം ഒരു വലിയ വിജയത്തിലേക്ക്, UDF-ന്റെ കഴിഞ്ഞ കാലങ്ങളിൽ അസംബ്ലി ജയിക്കുന്ന പ്രതാപ കാലഘട്ടത്തിലേക്കുള്ള ഒരു റിസൾട്ട് ഇത്തവണയും ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്യുമ്പോൾ, ജനങ്ങളുടെ പൾസുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ നേതൃത്വം ഒന്നാകെ കണ്ണൂരിൽ മുസ്ലിം ലീഗാണ് ഈ ഏറ്റവും അതിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒന്നടങ്കം ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്, അതായത് ഒരു പാർട്ടിയെ പോലെ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ണൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുന്നു. കാരണം ഈ കഴിഞ്ഞ 10 വർഷം ഭരണം ലഭിക്കാതെ പോയതിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അണികളൊന്നാകെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാണ്. മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട എന്ന് തന്നെ നമുക്ക് ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങളൊക്കെ തന്നെ ലീഗിൻ്റെ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്, സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ എന്താണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തൽ? ഈ 15,000 എന്ന സ്ഥാനാർത്ഥിയുടെ ആ ലീഡ്, ആ ആത്മവിശ്വാസം അത് അടിവരയിടുകയാണോ ലീഗ്? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം TO മോഹനൻ വളരെ ചെറുപ്പത്തിലെ ഈ കണ്ണൂരിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്നായി അറിയുന്ന പൊതുപ്രവർത്തകനാണ്. മാത്രവുമല്ല, ജീവിതത്തിലുടനീളം മതേതരത്വത്തിന് വേണ്ടിയും വികസന രംഗത്ത് കൃത്യമായ നിലപാടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ മേയറായപ്പോഴും അതോടൊപ്പം തന്നെ മുണ്ടേരി പഞ്ചായത്തിലെ സംഘടനാ പ്രവർത്തന രംഗത്തും ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായി അറിയുന്ന പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തകനെ നെഞ്ചിലേറ്റാൻ മുസ്ലിം ലീഗ് മാത്രമല്ല ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനവിഭാഗം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയാണ്. ഞങ്ങളെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പുണ്ടാക്കിയ കഴിഞ്ഞ MLA ഒരു വികസനം കൊണ്ടുവന്നില്ല. അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ദാസ്യനായി പ്രവർത്തിക്കുക ചെയ്തത്, ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് വികസന വിരുദ്ധ സമീപനം സ്വീകരിച്ച നിലവിലുള്ള MLAക്കെതിരെ ഒരു ശക്തമായ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെല്ലാം വളരെ സജീവമായി എല്ലാ വാർഡുകളിലും എല്ലാ ഡിവിഷനുകളിലും വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് സജീവമാണ്. നല്ല ഭൂരിപക്ഷം അവിടെയുള്ള വാർഡ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ അധികം, അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് കിട്ടിയതിനേക്കാൾ അധികം വോട്ടുകൾ പ്രിയപ്പെട്ട TO മോഹന് ലഭ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുസ്ലിം ലീഗിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും വളരെ സജീവമാണ്. വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ ഒരു വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഒരു തരത്തിലുള്ള ഒരു സംശയവുമില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ നേതാക്കളെല്ലാം എന്താണ് സ്ഥാനാർത്ഥിക്കൊപ്പം പോകുമ്പോൾ അത് തന്നെയാണോ, വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണോ എല്ലാവരും ഉള്ളത്?
തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായ ഒരു ആത്മവിശ്വാസമാണ്. 10 വർഷമായിട്ട് ഈ മണ്ഡലം നമ്മുടെ കയ്യിലില്ല. ഇത് ഈ പ്രാവശ്യം അതിശക്തമായി തന്നെ തിരിച്ചു പിടിക്കും. ജനങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് അതാണ്. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ അങ്ങേയറ്റം വെറുത്തിരിക്കുകയാണ്. വെറുപ്പും മടുപ്പോടും കൂടിയാണ് ജനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. അശ്വൻ, എന്താണ് അശ്വനാണ് ടി.ഒ. മോഹൻ്റെ ഒരു സന്തത സഹചാരിയായി നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു പൾസ് ചിലപ്പോൾ മറ്റാർക്കും അറിഞ്ഞു കാണുന്നില്ല. യുവാക്കളുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? വലിയ രീതിയിലുള്ളൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും എന്ന് യുവാക്കൾ തന്നെ ഏറെ വിലയിരുത്തിയൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായും കണ്ണൂർ നിയോജക മണ്ഡലത്തിനകത്തും അത്തരത്തിലുള്ളൊരു വലിയ മാറ്റം ചെറുപ്പക്കാർക്കിടയിൽ ക്യാമ്പസുകളിൽ പോകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബുകളിൽ പോകുമ്പോഴെല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും. അഭിഭാഷകർക്കിടയിൽ പോകും. തീർച്ചയായും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ ബാർ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നമുക്ക് ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജയിക്കുമെന്ന് ചോദിക്കണ്ട. ഇല്ല, ഒരിക്കലും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഭൂരിപക്ഷം മാത്രമേ ചോദിക്കൂ. അത്ര മാത്രമേ. ഇത് ടി.ഒ. പറഞ്ഞതുപോലെ 15,000 മുകളിൽ. തീർച്ചയായും ഞാൻ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ള അഭിപ്രായം 10,000-നും 15,000-നും, അതായത് 10,000-നും 15,000-നും ഇടയിലുള്ള ഒരു സംഖ്യയിലേക്ക് നമ്മൾ തീർച്ചയായും UDF എത്തിച്ചേരും. വലിയൊരു മാറ്റം, അത് അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല. നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ആകെയുള്ളത്. കണ്ണൂരിൽ എന്താണ് സംഭവിക്കുക എന്നത് സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെയാണ് കണ്ണൂരിനെ കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി ടി.ഒ. മോഹനും ഒപ്പമുള്ള ആ UDF നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നത് തള്ളുകയാണ്. 10,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം, ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷം, അതൊക്കെയാണ് അവരുടെ മനസ്സിൽ. എന്തായാലും LDF-ന്റെ മോഹം ഇത്തവണ ആ മോഹം മാത്രമായി അവസാനിപ്പിക്കും. ടി.ഒ. മോഹനിലൂടെ അത് UDF തിരിച്ചു പിടിക്കും എന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ, പ്രവർത്തകർ, സ്ഥാനാർത്ഥി ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ സജീവമായ പ്രവർത്തനം തുടരുകയാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ മേയർ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ നാടിന്റെ എല്ലാ പൾസും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിൽ കൂടി നാട് ഏറ്റെടുത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥി എന്ന ആത്മവിശ്വാസമാണ് UDF-നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും ചുട്ടു പൊള്ളുന്ന വെയിലിലും പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. എല്ലാ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. വലിയ ഒരു പോരാട്ടം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ഇവിടെ ഉണ്ട്. എന്താണ് വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ടി.ഒ. മോഹനെ അറിയോ? അറിയും. മേയർ എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ച് അറിയാം അല്ലേ? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ജയിക്കണോ? ജയിക്കണം. എന്താണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്? ആര് ജയിക്കണം എന്നാണ് ജയിക്കണം. നമുക്ക് കോർപ്പറേഷനിലെല്ലാം കുറച്ച് സഹായങ്ങളെല്ലാം ചെയ്തു. വർഷത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹം. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നല്ല മാറ്റം സംഭവിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഒരു പ്രഷറിന്റെ ആവശ്യമില്ലല്ലേ? എന്ത് പ്രഷർ? ഇതെന്ന് ദൈവം സാഹചര്യം എല്ലാ അനുഗ്രഹവും നമ്മൾ കൊടുക്കാം.
നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടുള്ള യുവ നേതാവാണല്ലോ. പ്രായം കൊണ്ട് എന്തും കൊണ്ട് ഇദ്ദേഹം ഉഷാറാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇദ്ദേഹത്തെ ആസ്വദിക്കണം. ഓക്കെയാണ്, ആരോഗ്യമെല്ലാം ഓക്കെ, എല്ലാം ഓക്കെ, പ്രഷറും എല്ലാം ഓക്കെ. ധൈര്യത്തോടെ പ്രവർത്തിക്കാം. അപ്പോൾ വെള്ളം കുടിക്കണം, പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഈ വലിയ ഡോക്ടർ വലിയ ചൂടാണ്, അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കുള്ള ഒരു ഉപദേശം എന്താ? വെള്ളം തന്നെ. വെള്ളം തന്നെ, ധാരാളം വെള്ളം കുടിക്കുക, അതേ കൊടുക്കാനുള്ളൂ ഉപദേശം. സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഈ ഒന്നിച്ച് നടക്കുന്നത് തമ്മിലെ ഡോക്ടർ എന്ന് പറയുന്നത് എനിക്ക് കേവലം ഡോക്ടർ മാത്രമല്ല, എനിക്ക് എല്ലാവിധ ഉപദേശങ്ങളും തരുന്ന, നിർദ്ദേശങ്ങളും തരുന്ന, എന്നെ ഏറ്റവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം എൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന, ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയുന്ന, അത് പൂർണ്ണമായ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. എൻ്റെ ജനനം ഈ അളിയാവൂരാണ്, വളർന്നതും ഇവിടെ വെച്ചാണ്. അപ്പോൾ ആ സമയത്ത് മുതലേ ഉള്ള ഒരു കുടുംബ ഡോക്ടറായിട്ടാണ് ഇദ്ദേഹം ഉള്ളത്. ആ നിലയിൽ എൻ്റെ ഓരോ വളർച്ചയിലും ഓരോ സ്ഥാനം ലഭിക്കുമ്പോഴും ഒക്കെ ഡോക്ടറുടെ കോള് ആദ്യം എനിക്ക് വരാറുണ്ട്. എനിക്ക് അതൊരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. മാത്രമല്ല, മേയറായതിനു ശേഷം എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യത്തിലും വളരെ ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന ഒരു ഏറ്റവും വലിയ ഒരു ആളാണ് എനിക്ക് ഡോക്ടർ. ഓക്കെ ഓക്കെ, ജയിക്കണ്ടേ, ജയിക്കണം. LDF-നെ സംബന്ധിച്ച് കണ്ണൂർ ഒരു ഭാഗ്യമണ്ഡലമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ണൂർ വിജയിച്ച LDF സംസ്ഥാനം ഭരിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ 2 മന്ത്രിസഭകളിലും അംഗമായി. ഈ തെരഞ്ഞെടുപ്പിലും ജയത്തിൽ കുറഞ്ഞതൊന്നും LDF ആഗ്രഹിക്കുന്നില്ല, കണക്കുകൂട്ടുന്നില്ല. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത്. കണ്ണൂർ ഇത്തവണ തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് UDF നേതാക്കളും പറയുന്നത്. അങ്ങനെ കൊണ്ടും കൊടുത്തും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നേറുകയാണ്. കണ്ണൂരിൻ്റെ മനസ്സ് അളക്കുക അത്ര എളുപ്പമല്ല. എന്തൊക്കെ അടിയൊഴുക്കുകളാണ് കണ്ണൂരിൽ സംഭവിക്കുന്നത് എന്ന് ആർക്കും കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചത് അതാണ്. ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. BJP പിടിക്കുന്ന വോട്ട് അത് നിർണായകമാകും 2 മുന്നണികൾക്കും. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അങ്ങനെ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ, വലിയ പ്രതീക്ഷയിൽ കണ്ണൂരിൻ്റെ അങ്കത്തട്ടിലുണ്ട്. കണ്ണൂർ എങ്ങനെ വിധിയെഴുതും? ഇത് സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അന്തിമ വിധിക്കായി നമുക്ക് കാത്തിരിക്കുകയല്ലാതെ മറ്റ് പോംവഴികളില്ല. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട 11 മണ്ഡലങ്ങളിലും കണ്ണൂർ വിഷൻ സഞ്ചരിച്ചു. എല്ലായിടത്തു നിന്നുള്ള അഭിപ്രായങ്ങളും തേടി. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പല മണ്ഡലങ്ങളിലും പറയാൻ കഴിയില്ല. അതുതന്നെയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും സംഭവിക്കുന്നത്. കണ്ണൂർ വിഷൻ പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വോട്ടെടുപ്പാണ്, അതിനുശേഷം വോട്ടെണ്ണലാണ്. കേരളം ആര് ഭരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കണ്ണൂരിൽ ആര് ജയിക്കുമെന്നും നമുക്ക് മെയ് 4-ന് അറിയാം.